ഫ്രണ്ട്സ്, വെൽക്കം ടു അനുശ്രീ വ്ലോഗ്സ്. ഈ കഴിഞ്ഞ ഒരു പത്രവാർത്ത ഏവരെയും മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞിട്ട്. ഒരു അമ്മയും ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റകൃത്യമാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ അതിനെ പറ്റിയിട്ടൊരു ബോധവൽക്കരണം നൽകാനായിട്ട് ആ സെക്ഷൻസ് IPCയിൽ ഇതിൻ്റെ കുറ്റകൃത്യങ്ങളും അതിൻ്റെ പണിഷ്മെൻറ്റുകളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതെന്താണെങ്കിലും അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സെക്ഷൻ 312 IPCയിൽ കോസിംഗ് മിസ്കാരേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ബാഡ് ഇൻറ്റൻഷൻ, ഒരു ഗുഡായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ, ഒരു അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അമ്മയും കുഞ്ഞും നഷ്ടപ്പെടും, അമ്മയെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ഇതൊരു ബാഡ് ഇൻറ്റൻഷനോടുകൂടി ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് മിസ്കാരേജ് ചെയ്താൽ, അതൊരമ്മ മിസ്കാരേജ് ചെയ്താൽ പോലും സെക്ഷൻ 312 അകത്ത് വരുന്നതാണ്. സെക്ഷൻ 315, കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അത് ജീവിക്കരുത് അല്ലെങ്കിൽ അത് ജീവനോടെ വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയാണെങ്കിൽ, അതിനെ അപായപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 315. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അതിനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡെഡ് ബോഡി കൺസീൽ ചെയ്യുകയാണെങ്കിൽ, അത് മറവ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 318. സെക്ഷൻ IPCയിൽ സെക്ഷൻ 312 തൊട്ട് 318 വരെ ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടാൻ പോകുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 വർഷം വരെ കിട്ടാനുള്ള ഒരു പണിഷ്മെൻ്റാണ്. 10 വർഷം അതിന് മുകളിലും കിട്ടാം. എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇനിയെങ്കിലും ഒരു ബോധവൽക്കരണം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഈശ്വരൻ്റെ അസറ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.